ഉണർവ് സൂപ്പർ ഷെഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തെക്കുറിച്ച് എൻ്റെ ഭാര്യ സംസാരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം സ്വാദിഷ്ടമായ ബനാന ബ്രെഡ് പുഡിംഗ് ആണ്. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാനായിട്ട് നമ്മളൊരു പാനിലേക്ക് 1.5 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യമായ ഉപ്പ്. സ്റ്റൗ ഓണാക്കി ഇത് കുറുകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അരികം എല്ലാം കളഞ്ഞ ബ്രെഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഈ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു ബൗളിൽ അല്പം പാലും ഇത്തിരി പഞ്ചസാരയും ഇത്തിരി വാനില എസൻസും എടുത്തു. ഈ തയ്യാറാക്കിയ ഈ മിശ്രിതം നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിൽ എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ ഒഴിക്കാം. തയ്യാറാക്കി വെച്ചേക്കുന്ന മിശ്രിതം ഈ ബ്രെഡിന്റെ മണ്ടയിലേക്ക് നമുക്ക് ഒഴിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക അല്പം ബട്ടറിനകത്തേക്ക് ഒന്ന് അടുപ്പയിൽ വെക്കുക. ഇത് ഒന്ന് ചൂടായാൽ മാത്രം മതി, ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇത് ഒന്ന് ചൂടായതിനു ശേഷം ഇതെടുത്ത് മാറ്റി വെക്കുക. നിറമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം. നമ്മൾ ഈ തയ്യാറാക്കിയ ഈ ഏത്തയ്ക്ക ഈ പുഡിങ്ങിൻ്റെ ഇതിലേക്ക് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ആയിട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കുറച്ച് ആവശ്യത്തിന് വെള്ളവും എടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഷുഗർ ഒന്ന് കാരമലൈസ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം, കോൺഫ്ലവറിൻ്റെ മിശ്രിതം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മിക്സ് ചെയ്യണം. ആകുമ്പോഴത്തേനും നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഈ മിശ്രിതം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം എടുക്കാം.